ദഅവത്ത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം അതായിരിക്കണം. മരണം എന്നതും സത്യമാണ്, മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ജീവിതവും സത്യമാണ്. ആ മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാനും തയ്യാറാവാനും സാധിക്കണമെങ്കിൽ ഒന്നാമതായി ഈ തൗഹീദിന്റെ മാധുര്യം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ആസ്വദിച്ച ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അത് വീണ്ടും വീണ്ടും ആ മാധുര്യത്തിലേക്ക് കടന്നു വരാനും കഴിയണം. മാധുര്യം എങ്ങനെയാണ് കൈവരിക്കുക, സ്വീകരിക്കുക? നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ അനുചരന്മാരിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ ഒരുപാട് തവണ നമ്മൾ കേട്ടവരായിരിക്കാം. പല തരത്തിലുള്ള ചരിത്രങ്ങൾ. മാതാവിന്റെ മുന്നിൽ സധൈര്യം ആദർശത്തിന് വേണ്ടി നിലകൊണ്ട ഒരു സഹാബി വര്യൻ, ഖബ്ബാബിന്റെയും യാസിറിന്റെയും സുമയ്യയുടെയും ചരിത്രങ്ങൾ നമ്മൾ കേട്ടവരാണ്. അതും ആദർശത്തിന് വേണ്ടി നിലകൊണ്ടവരുടെ ചരിത്രങ്ങൾ. ഹൻസാഇന്റെ ചരിത്രം കേട്ടവരാണ്. അവരുടെ പിതാവ് മരണപ്പെട്ടതോ സഹോദരന്മാർ മരണപ്പെട്ടതോ ഒന്നും ഒരു പ്രശ്നമേ അല്ല. ലോകത്തിന്റെ പ്രവാചകൻ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് അവരൊക്കെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു മേഖലയിലും, നമ്മളൊരു വാട്സപ്പ് യൂസ് ചെയ്യുന്നുവെങ്കിൽ അതോടൊപ്പം ഫേസ്ബുക്കിലോ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു ഇസ്ലാമിക സന്ദേശം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് മുഖേന ഒരാൾ ഇസ്ലാമികമായ ആദർശത്തിലേക്കും തനിമയിലേക്കും മാധുര്യത്തിലേക്കും കടന്നു വരാൻ ഹേതുവായി തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ അതാണ് ശ്രേഷ്ഠകരമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബറിന്റെ കോട്ടയും കോട്ടകൊത്തളങ്ങളും കെട്ടിട കൊട്ടാരങ്ങളും തകർത്തെറിഞ്ഞുകൊണ്ട് അതിലേക്ക് കടന്നുകൊണ്ട് ഇസ്ലാമിക ദഅവത്ത് എത്തിക്കുകയും എന്നാൽ അവിടെ വെച്ച് ഒരാൾ ഇസ്ലാം സ്വീകരിക്കേണ്ട ഒരവസ്ഥയും കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതാണ് ഉത്തമമെന്ന് അദ്ദേഹത്തോട് പഠിപ്പിച്ചപ്പോൾ അത് കേട്ട സഹാബിമാര് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഓടി നടക്കുകയാണ്. ഓരോരുത്തരെയും തന്റെ കുടുംബത്തിലും സമൂഹത്തിലും നാട്ടിലും പരിസര പ്രദേശങ്ങളിലും സ്നേഹവാചനങ്ങളിലും ഇഷ്ടവാചനങ്ങളിലും താൻ സ്നേഹിക്കുന്നവരിലും താൻ ആദരിക്കുന്നവരിലും ബഹുമാനിക്കുന്നവരിലും ഈ ദഅവത്തിന്റെ മാധുര്യം അനുഭവിക്കാത്ത ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവരിതിലേക്ക് കൊണ്ടുവരൽ അനിവാര്യമാണ്, ആവശ്യകതയാണ്. ഇല്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അവര് മുന്നോട്ട് വന്ന് പറയും, ഈ ആൾ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു, ഇയാൾ എന്റെ കൂടെ യാത്ര ചെയ്യാനുണ്ടായിരുന്നു, ഇയാൾ എന്റെ കൂടെ പലതരത്തിലുള്ള ചർച്ചകളിലുണ്ടായിരുന്നു, പക്ഷേ ഇസ്ലാമിന്റെ മാധുര്യം തൗഹീദ് എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് നമ്മൾ ഉൾക്കൊള്ളുക. അത് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ നമ്മിലേക്ക് പ്രധാനമായി കടന്നു വരേണ്ടത് പരലോക ജീവിതം സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അത് കടന്നു വരികയും അതിനുശേഷം വരാനിരിക്കുന്ന വിചാരണയും സത്യമാണ്. അതിലൊരു സന്ദേഹമോ സംശയമോ ലെവലേശം പോലും ഇല്ലാതിരിക്കണം എന്നതാണ് തന്നെയാണ്. നോക്കൂ നിങ്ങൾ, എത്ര ആളുകൾ ലോകത്ത് സ്ഥൈര്യവും ധൈര്യവും ശക്തിയും കാണിച്ചിരുന്ന ആളുകൾ, അവരൊക്കെ പതറുകയും തളരുകയും ചെയ്ത ഒരു മേഖല കൂടിയാണ് മരണം എന്നത്. നോക്കൂ നിങ്ങൾ, സോക്രട്ടീസ് ഏകദൈവ വിശ്വാസിയായി ജീവിച്ചിരുന്നത് കാരണം ജനങ്ങളുടെ അപ്രതീക്ഷിതമായ രീതിയിലുള്ള അവരുടെ വിമർശനങ്ങൾക്ക് മുന്നിൽ പതറിയ സോക്രട്ടീസ് ഹെംലോക്ക് എന്ന് പറയുന്ന ഒരു വിഷദ്രാവകം കഴിക്കുമ്പോൾ ആ മനുഷ്യൻ മരണത്തിന് തന്നെ നശിപ്പിക്കാനാവില്ല എന്ന് ലോകത്തോട് ഉച്ചസ്ഥിരം പ്രഖ്യാപിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരം പതറിയത് എന്തിന്റെ പേരിലാണ്? മരണത്തിന് മുന്നിൽ ഒരിക്കലും നശിക്കില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ. മാത്രമല്ല ഫിർഔനാണെങ്കിലും നമ്രൂദാണെങ്കിലും ഹാറൂനും ഹാമാനും ഒക്കെ മരണത്തിന്റെ മുന്നിൽ ആ സമയത്ത് പതറിപ്പോയിട്ടുണ്ട് എങ്കിൽ സത്യമാണത്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ടാണ് ഫിർഔൻ മരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞു, ഞാൻ ഇത് ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞു. എന്നാൽ ജിബ്രീൽ വായിലേക്ക് ചെളിയും മണ്ണും വാരി നിറച്ചുകൊണ്ട് ഫിർഔനെ ഏറ്റവും നിന്ദ്യമായ രീതിയിൽ ആ ചെളികുണ്ടിലേക്കും അതോടൊപ്പം തന്നെ കടലിലേക്കും ആഴ്ത്തിക്കളഞ്ഞുവെങ്കിൽ ഫിർഔനിന്റെ തൗഹീദ് ഒരിക്കലും ഉപകാരപ്പെട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ലോകത്ത് ഏറ്റവും വലിയ ധീരനാണ് എന്ന് അവകാശപ്പെട്ടിരുന്ന പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഭൂട്ടോ, അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നോക്കൂ നിങ്ങൾ, മരണത്തിന് മുന്നിൽ അദ്ദേഹം പതറിപ്പോവുകയാണ്. ശരീരത്തിന്റെ ധൈര്യം മുഴുവനും ആ സ്ഥൈര്യം മുഴുവനും നശിക്കുകയും നേരാമുദത്തിൽ അദ്ദേഹത്തെ ആ തൂക്കുമരത്തിലേക്ക് വലിച്ചിഴക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടും വാവിട്ട് കരഞ്ഞുകൊണ്ടും പതറിക്കൊണ്ടുമാണ് അദ്ദേഹം മരണത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്നത്. ലോകത്ത് വലിയ ശക്തിയുടെയും അതോടൊപ്പം തന്നെ വിപ്ലവത്തിന്റെയും മുൻപന്തിയിൽ നിന്നിരുന്ന
കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ, അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റിന്റെ ചിന്താഗതി ലോകത്തോട് വിളംബരം ചെയ്തിരുന്ന ചെഗുവേരയുടെ നിമിഷങ്ങൾ നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിന്റെ മരണത്തിന് മുന്നിൽ ഒരിക്കലും പതറുകയില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ, മരണത്തിന്റെ ആ ഭയം തന്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ തന്റെ കാലുകളിലേക്ക് വെടിവെക്കുന്ന ഒരവസ്ഥ, അദ്ദേഹം അങ്ങനെ കാലുകളിലേക്ക് വെടിവെക്കുന്ന ഒരവസ്ഥയും അദ്ദേഹത്തിന്റെ മരണ നിമിഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകളിൽ നമുക്കത് കാണാൻ കഴിയും. ഇങ്ങനെയായിരുന്നു ലോകത്ത് ജീവിച്ചിരുന്ന പല ആളുകളും മരണത്തിന്റെ മുന്നിൽ ഒരിക്കലും പതറില്ല, തളരില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ, അവര് മുഴുവനും പതറുകയും തളരുകയും അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അവർക്ക് ഒരിക്കലും പതറേണ്ട അവസ്ഥ ഉണ്ടാവരുത്. കാരണം മരിക്കുന്ന സമയത്ത്